എല്ലാവരും സുഖമല്ലേ? ഇന്ന് കബാബ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. യൂഷ്വലി കബാബിന് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നത് ഈ മീറ്റിനെ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴാണ്. അതിന് ഗ്രില്ലോ ബാർബിക്യോ ഒക്കെ സ്ക്യൂവേഴ്സൊക്കെ വേണം. അതൊന്നും ഇല്ലാണ്ട് ഞാനിന്ന് കാണിച്ചു തരാം. മിനിമം ഇൻഗ്രീഡിയൻസേ എടുക്കുന്നുള്ളൂ. സ്പൈസസ് ആയിട്ട് 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ സീഡ്സ്. ഇത് രണ്ടും നല്ല ചൂടുള്ള ഒരു ഇരുമ്പ് ചട്ടിയിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക, ഡ്രൈ ടോസ്റ്റ്. എന്നിട്ട് നല്ല സ്മെല്ല് വരുമ്പം അതിനെ പൊടിച്ചെടുക്കുക. ഇതുപോലെ കോഴ്സായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വേണം. പിന്നെ വേണ്ടത് അനിയൻ പൗഡറാണ്. അതില്ലാത്തവർ പൊടിയായിട്ട് സവാള അരിഞ്ഞിട്ട് ടിഷ്യൂവിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കുക. ഇത് ഗാർലിക് പൗഡറാണ്. അതും മോയ്സ്ചർ കളഞ്ഞിട്ട് വേണം ഗാർലിക്കാണ് എടുക്കുന്നതെങ്കിൽ. പൗഡർ ഇല്ലാത്തവർക്കാണ് പറയുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അത് വേണ്ടുന്ന പോലെ ഇടുക. പിന്നെ ഈ പൊടികളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി, കൂടുതൽ ആവശ്യമില്ല. പിന്നെ ഉപ്പ്, കൊറിയാൻഡർ ലീവ്സൊക്കെ ഇടാം, ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഒരു 750 ഗ്രാംസ് മിൻസ് മീറ്റ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് ഫാറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. തീരെ ഫാറ്റ് ഇല്ലാത്ത പോലത്തെ മിൻസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടോ. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഇതുപോലെ പാറ്റീസായിട്ട് നമുക്ക് എയർ ഫ്രയറിലാണ് ഞാൻ ഇട്ടത്. അതില്ലാത്തവർക്ക് പാൻ ഫ്രൈ ചെയ്യാം, മീനൊക്കെ പൊരിക്കുന്ന പോലെ ചെയ്യാം. എയർ ഫ്രയറിൽ ഞാനിപ്പം ഒരു 15 മിനിറ്റ്സ് ചെയ്യുന്നുണ്ട്. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് ടോട്ടൽ ചെയ്യും. 10 മിനിറ്റ്സ് ഒരു സൈഡും പിന്നെ 5 മിനിറ്റ്സ് അപ്പുറത്തെ സൈഡും വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റാപ്സ് ആണ്, റെഡിമെയ്ഡ്. പിന്നെ 2 ടൊമാറ്റോസ്, പിന്നെ ലെറ്റസ്. റാപ്സ് ഇല്ലാത്തവർക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് ഫില്ല് ചെയ്യാം നമുക്ക്. ഇപ്പോൾ റാപ്സിനെ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. ഇപ്പോൾ കബാബ് എന്തായി നോക്കാം. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു കഷ്ണം ചാക്കോൾ, ഇത് ബാർബിക്യൂ ചെയ്യാനെടുക്കുന്ന കോളാണ്, അതിനെ ഞാൻ ഗ്യാസിന് മേലെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതല്ലെങ്കിൽ ഏതെങ്കിലും കനൽ എടുത്താലും മതി, ഒറ്റൊരു പീസ് മതി. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാത്തിനെയും നിരത്തി ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഈ കോളിനെ വയ്ക്കുക. നമ്മൾ ചൂടാക്കിയ കോളില്ലേ ഗ്യാസിൻ്റെ മേലെ വെച്ച, അത് അതിൻ്റെ അകത്ത് എടുത്തിട്ടിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ആ ചൂടുള്ള കോളിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അന്നേരം അത് സ്മോക്ക് ചെയ്യാൻ തുടങ്ങും. അന്നേരം നമ്മൾ ലിഡ് ഇടുക. എന്നിട്ട് ആ സ്മോക്കി ഫ്ലേവർ ഈ മീറ്റിൻ്റെ മേലെല്ലാം പിടിക്കാൻ അലൗ ചെയ്യാം. ഇതിപ്പോൾ സ്ലോയിലുള്ള സ്മോക്ക് ആയതുകൊണ്ട് ഞാനൊരു 30 സെക്കൻഡ്സോളം വെക്കുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ച് കുറച്ച് നല്ല കനലുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല സ്മോക്ക് ഉണ്ട്. അത് ഞാനൊരു 10 സെക്കൻഡ്സേ വെക്കുന്നുള്ളൂ. കണ്ടില്ലേ, സ്മോക്ക് ആവുന്ന കണ്ടില്ലേ? അപ്പം നമുക്ക് എന്താ പറയുക, കനലും തീയുൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ടേസ്റ്റ് വേഗം കിട്ടും ഇങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ഫയർ പിറ്റിലൊക്കെ തീ പിടിപ്പിക്കാനും ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് അത്ര മെനക്കെടാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് മെത്തേഡ്. അതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ബാച്ച് കബാബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5 റാപ്സ് വരെ ഉണ്ടാക്കാം. എന്നിട്ട് ഞാനിതിങ്ങനെ നിരത്തി വെച്ചിട്ട് ബാക്കി വെജിറ്റബിൾസ് നേരത്തെ കട്ട് ചെയ്ത ടൊമാറ്റോവും പിന്നെ ലെറ്റസും ഇടുന്നുണ്ട്. ക്യൂക്കമ്പറൊക്കെ ഇടാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു സോസ്, മേയണൈസോ പെരിനൈസോ എന്തെങ്കിലും ഇടാം. ഈവൻ തൈര് ഇട്ടാലും നന്നായിട്ടുണ്ടാവും, കൂടുതൽ ഹെൽത്തി അതായിരിക്കും. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്, അതേ ടേസ്റ്റും കിട്ടും. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് കേട്ടോ.